നമ്മുടെ ലോക്കൽ വാർത്തയിലേക്ക്. ലൈംഗിക അതിക്രമ കേസിൽ പോലീസ് കസ്റ്റഡിയിൽ ലഭിച്ച സംവിധായകൻ രഞ്ജിത്തിനെ ഇന്ന് തന്നെ മജിസ്ട്രേറ്റ് മുന്നിൽ ഹാജരാക്കാൻ നീക്കമുണ്ട്. രഞ്ജിത്തിന് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെന്നാണ് വിവരം. അതുകൊണ്ട് തന്നെ നടപടികൾ പോലീസ് വേഗത്തിലാക്കുകയാണ്. രഞ്ജിത്തുമായി വൈകാതെ പോലീസ് കാരവനിൽ തെളിവെടുക്കുമെന്ന് നേരത്തെ വാർത്ത പറഞ്ഞിരുന്നു. വിഷ്ണു സുരേഷ് കൊച്ചിയിൽ നിന്ന് ചേരുന്നു. വിഷ്ണു, കാരണം അദ്ദേഹം ഒരു ഓപ്പറേഷനൊക്കെ വിധേയനായ ആളാണ്. അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എന്തൊക്കെയാണ് പോലീസിൻ്റെ മുൻകരുതൽ? സുരേഷ് അല്പസമയത്തിനകം നമുക്കൊപ്പം ചേരും. രഞ്ജിത്തിനെ ഇന്നലെ രാത്രി ജനറൽ ആശുപത്രിയിൽ എത്തിച്ച് ആരോഗ്യസ്ഥിതി പരിശോധിച്ചിരുന്നു. എന്തായാലും അദ്ദേഹത്തിന് ചില ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അതിൻ്റെ പേരിൽ ലിവർ ട്രാൻസ്പ്ലാന്റേഷനൊക്കെ നടത്തിയ ആളാണ് അദ്ദേഹം. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിന് കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ഇന്ന് തന്നെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കണം. അതിനുമുമ്പ് എല്ലാ തെളിവെടുപ്പും പൂർത്തിയാക്കണം എന്നാണ് പോലീസിൻ്റെ ആഗ്രഹം. അതിനനുസരിച്ച് ഇന്ന് കാരവനിൽ ഹാജരാക്കി തെളിവെടുപ്പ് നടത്തും എന്നാണ് വിവരം. വിഷ്ണു സുരേഷ് ചേരുന്നു. വിഷ്ണു, പറയൂ. അദ്ദേഹത്തിന് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്നലെ രാത്രി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുകയും പിന്നീട് പരിശോധന നടത്തുകയും ചെയ്തിരുന്നു. കോടതി നിർദ്ദേശപ്രകാരമായിരുന്നു അത്. അതുകൊണ്ട് തന്നെ അധികം ബുദ്ധിമുട്ടിക്കേണ്ടതില്ല. 2 ദിവസത്തെ ചോദ്യം ചെയ്തു. ഇന്നലെ പൂർണ്ണമായും ചോദ്യം ചെയ്തിരുന്നു ACPയുടെ നേതൃത്വത്തിൽ. അതിനുശേഷം ഇന്ന് ഈ നടപടിക്രമത്തിന്റെ ഭാഗമായുള്ള തെളിവെടുപ്പ് കൂടി പൂർത്തിയാക്കി അദ്ദേഹത്തിന് ഇത് വൈകിട്ടോടുകൂടി തന്നെ മജിസ്ട്രേറ്റ് മുമ്പിൽ ഹാജരാക്കാം എന്ന നിഗമനത്തിലാണ് പോലീസ് ഉള്ളത്. അല്പസമയത്തിനകം തന്നെ കാരവാനിൽ എത്തിച്ച് തെളിവെടുപ്പ് നടത്തുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. രഞ്ജിത്ത് പൂർണ്ണമായും തന്നെ ഇത്തരത്തിലൊരു പരാതി ഈ പരാതി വ്യാജമാണ് എന്ന നിലപാടിലാണ് നിൽക്കുന്നത്. പക്ഷേ പോലീസ് അത് കണക്കിലെടുക്കുന്നില്ല. കാരണം പരമാവധി തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് രഞ്ജിത്തിന്റെ അറസ്റ്റ് റെക്കോർഡ് ചെയ്തതും കസ്റ്റഡിയിൽ വാങ്ങുകയൊക്കെ ചെയ്തത്. അതുകൊണ്ട് അദ്ദേഹം പറയുന്നത് മുഖവരക്കെടുക്കാതെ പോലീസ് അന്വേഷണവുമായി മുന്നോട്ട് പോകുകയാണ്. 3 ദിവസത്തേക്കാണ് കസ്റ്റഡിയിൽ വാങ്ങിയത്. അതായത് നാളെ വൈകിട്ട് വരെ അദ്ദേഹത്തിന് കസ്റ്റഡി കാലാവധി ഉണ്ട്. പക്ഷേ ഇന്ന് തന്നെ തിരികെ കൊടുക്കുക, ആരോഗ്യ പ്രശ്നങ്ങൾ പരിഗണിച്ചുകൊണ്ട് ഇന്ന് തന്നെ തിരികെ കൊടുക്കാനുള്ള നീക്കത്തിലാണ് ഉള്ളത്. രാവിലെ 10 മണിയോടുകൂടി കൊച്ചി DCP ഇങ്ങോട്ടേക്ക് എത്തും. അതിനുശേഷമായിരിക്കും ബാക്കി തുടർ നടപടികൾ സ്വീകരിക്കുക. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.